Okay, praise the Lord. We thank God for one more opportunity to come together. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരിക്കൽ കൂടെ ഒരു അവസരം കൂടെ ലഭിച്ച് നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. So we'll start by reading two verses. First is Psalms 42 verses 1 and 2. നമുക്ക് പ്രാരംഭത്തിൽ രണ്ട് വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചിന്ത ആരംഭിക്കാം. നമ്മുടെ 42-ാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കാം. 42-ാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഇന്നത്തെ ചിന്ത നമുക്ക് ആരംഭിക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? Hello. I read the first 2 verses of Psalms 42. Okay. And the audio പോയായിരുന്നു ഇടയ്ക്ക്. Okay. പിന്നെ Matthew chapter 5 verse 6 also. Matthew chapter 5. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ആരെങ്കിലും കിട്ടുവാണെങ്കിൽ എടുത്ത് വായിച്ചോണം. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. Okay, so this is the question that we need to ask ourselves today is, do we have that hunger and thirst for God and in our lives, for His word in our life? നമ്മൾ ഇന്ന് രാവിലെ സമയം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ദൈവത്തിനായിട്ട് നമുക്കൊരു ആഗ്രഹവും വാഞ്ചയും ദാഹവും ഉണ്ടോ എന്നുള്ളതാണ്. Does our appetite for God match the appetite we have for our food? നമുക്ക് ഭക്ഷണം കഴിക്കണമെന്ന് വലിയൊരു ആഗ്രഹവും ഭക്ഷണം കഴിക്കുന്ന ഒരു ആവശ്യവും ആഗ്രഹമുണ്ട്. അതുപോലെ അദമ്യമായിട്ടുള്ള ഒരു ആഗ്രഹം ദൈവത്തിന് ചെല്ലുവാനായിട്ട്, ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. When we have food at least 3 times a day, and sometimes we have snacks in between also. Is our appetite for God and His word, is it similar to that? നമ്മൾ സാധാരണ 3 നേരം ഭക്ഷണം ഉണ്ടല്ലോ. ഇതിനിടയ്ക്ക് നമ്മൾ ചില സ്നാക്സ് ഒക്കെ കഴിക്കാറുണ്ട്. ഇതുപോലെ ഒരു ആഗ്രഹം, ഒരു അഭിനിവേശം ദൈവത്തോടും നമുക്കുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. In 1 Peter 2 verse 2, Peter says to crave for spiritual food like newborns. 1 പത്രോസ് 2:2 പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത, കലർപ്പില്ലാത്ത പാല് കുടിക്കാനായിട്ട് നമുക്ക് അദമ്യമായ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. We know newborn babies, when they are hungry, they just cry out for food, till they are satisfied they will cry out. നവജാത ശിശുക്കളെ കുറിച്ച് നമുക്കറിയാം. അവർക്ക് വിശന്നു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഭക്ഷണം ലഭിക്കുന്നത് വരെ, ആ സമയം വരെ അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. And even when we look at the word of God, it's very interesting to see that when the Bible talks about physical food and our spiritual needs, they are inversely proportional usually. വളരെ ആശ്ചര്യകരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ദൈവവചനം ശാരീരികമായ ഭക്ഷണത്തെയും അതുപോലെ തന്നെ ആത്മീയ ഭക്ഷണത്തെയും ഒരേ തരത്തിലാണ് കാണുന്നത്, ഒരേ തരത്തിൽ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. What I mean to say is inversely. That means if someone's attention is too much into the physical food, they are not able to comprehend spiritual truths. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. അതായത് നമുക്ക് ശാരീരികമായിട്ട് ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിലെ കൂടുതൽ ശ്രദ്ധ നാം കേന്ദ്രീകരിച്ചാൽ ആത്മീയമായിട്ടുള്ള ഭക്ഷണത്തിലേക്കുള്ള ശ്രദ്ധ താനെ കുറഞ്ഞു പോകും. അത് തിരിച്ചും സംഭവിക്കും. For example, if we turn to Mark, ഉദാഹരണത്തിന് നമുക്ക് മർക്കോസിലേക്ക് നമ്മൾ വന്നാൽ, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നാൽ,
we'll start by reading few verses. First, Mark chapter 6. മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. So Mark chapter 6 verse 7 and 8. 7 വിട്ടുവാക്യങ്ങൾ. അനന്തരം അവൻ 12 അടുക്ക വിളിച്ചു അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയും കാശും അരുത്, ചെരുപ്പിട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. Okay, so here he said, take no bread for the journey. ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങളുടെ യാത്രയ്ക്ക് അപ്പം കയ്യിൽ കരുതരുത് എന്നുള്ളതാണ്. And when we come to verse 33, we see that Jesus feeds the 5,000. 33-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. Come to chapter 8, we see Jesus feeds 4,000. 8-ാമത്തെ അധ്യായത്തിലേക്ക്, മർക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് അതിനുശേഷം യേശു കർത്താവ് 4000 പേരെ അവരുടെ വിശപ്പിന് തൃപ്തി വരുത്തുന്നതായിട്ട് നാം കാണുന്നു. And in verse 11, we see that the Pharisees come and they argue with Jesus. And in verse 11-ാമത്തെ വാക്യത്തില് പരീശന്മാർ വന്ന് യേശു കർത്താവുമായിട്ട് ഒരു വാദപ്രതിവാദത്തിലേക്ക് ഏർപ്പെടുന്നതായിട്ട് നാം കാണുന്നു. And in verse 15, Jesus tells his disciples, he says, watch out, beware of the leaven of the Pharisees and the leaven of Herod. 15-ാമത്തെ വാക്യത്തില് യേശു കർത്താവ് ഹെരോദ്യരുടെയും പരീശരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണം എന്ന ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത് നാം കാണുന്നു. And the next verse talks about the discussion that the disciples have based on this. അതിന്റെ തൊട്ടടുത്തുള്ള വാക്യത്തിൽ ഈ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കി ശിഷ്യന്മാര് ഒരു ചർച്ചയിലേക്ക് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. It says they began to discuss with one another the fact that they had no bread. അവർക്ക് ഭക്ഷണമില്ല, അപ്പം തീർന്നു പോയി എന്നുള്ള കാര്യത്തെ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും വാദിക്കാനായിട്ടും ആശങ്കപ്പെടാനായിട്ടും തുടങ്ങി. All along they have witnessed Jesus providing, but here when Jesus tells this spiritual statement, their mind is still on physical food. യേശു കർത്താവ് അതിന് മുൻപുള്ള ഭാഗങ്ങൾ ഒരു ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഭക്ഷണം നൽകി. എന്നാൽ യേശു കർത്താവ് ചില ആത്മീയമായിട്ടുള്ള ചില സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടും ശിഷ്യന്മാരുടെ മനസ്സ് ഉടക്കിയിരിക്കുന്നത് ഈ ശാരീരികമായിട്ടുള്ള വിശപ്പിന് തൃപ്തി വരുന്നതായിട്ടുള്ള ഭക്ഷണത്തെ കുറിച്ച് മാത്രമാണ്. That's why in verse 17, Jesus, aware of this, said to them, why do you discuss the fact that you have no bread? Do you not yet see or understand? Do you have hardened hearts? 17 മുതലുള്ള വാക്യങ്ങളിൽ ഇത് യേശു അറിഞ്ഞിട്ട് അവരോട് പറഞ്ഞത്, അപ്പം ഇല്ലായികയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ എന്ന് കർത്താവ് ചോദിക്കുന്നു. So what we see here is when you're so focused on physical food, physical needs, that it's sometimes difficult to comprehend the spiritual food that you need. നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ നോട്ടവും എല്ലാം ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള കാര്യങ്ങളുടെ മേലും ശാരീരികമായിട്ടുള്ള ഭക്ഷണത്തിന്റെ മേലും ആണ് എങ്കിൽ ആത്മീയ കാര്യങ്ങളെ, ആത്മീയ സത്യങ്ങളെ, ദൈവിക യാഥാർത്ഥ്യങ്ങളെ വേണ്ട രീതിയിൽ ഗ്രഹിക്കുവാനായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല. I was thinking that in Kerala the distractions might be so much more, because when you have a meal, it's not only one bread and one side dish, but you need to have one chicken, one mutton, one fish, and 3-4 some. So the amount of distraction is so much more. നമ്മൾ കേരളത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് വടക്കേന്ത്യയിലെ മറ്റു സ്ഥലങ്ങളെ പോലെയല്ല, കേരളത്തിൽ നമുക്ക് കറികളായിട്ട് ഒരുപാട് ചിക്കനും മീനും ഒക്കെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ തീന്മേശയിൽ കാണും. അത് നമ്മുടെ ശ്രദ്ധ മാറ്റാനായിട്ട് അത് കാരണമായി തീരും. I was thinking if Mary and Martha were in Kerala, Martha would have gone mad. ഞാൻ വിചാരിക്കാറുണ്ട് മറിയയും മാർത്തയും കേരളത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് വളരെ ബുദ്ധിമുട്ടായി തീർന്നേനെ. So Philippians chapter 3, ഫിലിപ്പ് ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ just verse 19. 3-ാമത്തെ അധ്യായത്തിന്റെ ഫിലിപ്പ് ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവരുടെ അവസാനം നാശമാകുന്നു, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. Yeah, it says whose God is their belly. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണേ, അവരുടെ ദൈവം എന്ന് പറയുന്നത് അവരുടെ വയറാണ്. So how much that our physical need, our physical food
can distract us, from God's word, real spiritual food. വയറ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധ ശരിക്കുമുള്ള ആത്മീയ ഭക്ഷണത്തിൽ നിന്ന് എത്രത്തോളം മാറുന്നു എന്ന് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. Come to Matthew chapter 4 verse 3 and 4. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. Yeah. So, this is the temptation. Jesus has been fasting for 40 days and Satan comes and says, if you are the son of God, tell these stones to become bread. നമുക്കിതിന്റെ പശ്ചാത്തലം അറിയാം. യേശു കർത്താവ് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പരീക്ഷകൻ അടുത്ത് വന്നിട്ട് യേശു കർത്താവിനോട് പറയുകയാണ്, ഈ കല്ലുകളെ നീ അപ്പമായിട്ട് രൂപാന്തരപ്പെടുത്തുക എന്ന് പറഞ്ഞ് കർത്താവിനെ പരീക്ഷിക്കുന്ന സമയത്താണ് യേശു കർത്താവ് ഈ മറുപടി പറയുന്നത്. And Jesus always he quotes from the word, and he quotes from Deuteronomy, and he says, man shall not live by bread but by every word that proceeds from the mouth of God. യേശു കർത്താവിന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആവർത്തന പുസ്തകത്തിൽ നിന്നും യേശു കർത്താവ് ഉദ്ധരിച്ചുകൊണ്ട് പിശാചിനോട് മറുപടി പറയുകയാണ്, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്നുള്ള കാര്യം. So he's saying not by bread alone. That means Jesus is he's understanding that you need bread to live physically. യേശു കർത്താവ് പറയുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, എന്നാൽ അത് പറയുമ്പോൾ യേശു കർത്താവിന് നമ്മുടെ ശാരീരികമായിട്ടുള്ള ജീവൻ നിലനിർത്തുന്നതിന് ഭക്ഷണം ആവശ്യമാണ് എന്നുള്ള കാര്യം യേശു കർത്താവിന് അറിയാമായിരുന്നു. But he's saying that in that similar manner, you need every word from God to nourish you and to survive spiritually. നമ്മുടെ ഭക്ഷണം നമ്മുടെ ശരീരത്തെ നിലനിർത്തി നമ്മളെ പരിപോഷിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ദൈവത്തിന്റെ വചനം അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ, ആത്മീയ മനുഷ്യനെ പരിപോഷിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം യേശു കർത്താവ് ഇവിടെ ഊന്നി പറയുന്നു. Now, if you come back to that original passage in Deuteronomy chapter 8, ആവർത്തന പുസ്തകത്തില് നമ്മൾ യേശു കർത്താവ് കോട്ട് ചെയ്തായിട്ടുള്ള ആ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ verse 2 and 3, ആവർത്തന പുസ്തകം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. ആരെങ്കിലും കിട്ടുവാണെങ്കിൽ എടുത്ത് വായിക്കണേ. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. Okay, so here we see the experience of the Israelites in the wilderness. നമ്മളിവിടെ കാണുന്നത് ഇസ്രായേൽ മക്കളുടെ മരുഭൂമി വാസത്തിലെ അവരുടെ അനുഭവങ്ങളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. And saying about how God humbled them, tested what was on their heart. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം എങ്ങനെയാണ് അവരെ താഴ്ത്തിയതും അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്, അവരുടെ നിലവുകൾ എന്താണെന്ന് ദൈവം പരിശോധിച്ചതും എങ്ങനെയാണെന്നാണ് ഇവിടെ കാണുന്നത്. And through the whole episode, he wanted to make them understand that man does not live by bread alone, but by every word that proceeds from the mouth of God. ഈ സാഹചര്യത്തിലൂടെയൊക്കെ അവരെ കടത്തി വിട്ടിട്ട് അവരെ പഠിപ്പിച്ച ഒരു പാഠം എന്ന് പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങൾ കൊണ്ടും കൂടെ മാത്രമേ മനുഷ്യൻ ജീവിക്കാനായിട്ട് കഴിയൂ എന്നുള്ള സത്യമാണ്. So how did God make them understand that you need to live by what comes out of God's mouth? എങ്ങനെയാണ് ദൈവം അവരെ പഠിപ്പിച്ചത്? ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ദൈവം അവരെ എങ്ങനെയാണ് പഠിപ്പിച്ചത്? So we'll go back to that incident in Exodus chapter 16. നമ്മൾ പുറകോട്ട് വരുമ്പോൾ പുറപ്പാട് പുസ്തകത്തിന്റെ 16-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, and first we'll read verse 3 and 4. ആദ്യം നമുക്ക് 3-4 വാക്യങ്ങൾ വായിക്കാം. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിലിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു
വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിക്കും, എന്റെ ജനം ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. Okay, so here's the thing. When Israel was in Egypt, they were slaves under bondage, but food was available to them in plenty. ഇതാണ് സത്യം. അതായത് അവര് ഇസ്രായേൽ മക്കൾ അടിമത്തത്തിലായിരുന്ന സമയത്ത് ഈജിപ്തിലായിരുന്നു, പക്ഷെ അവർക്ക് കഴിക്കാനായിട്ട് ധാരാളം ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നു. Means the Egyptians fed them nicely so that these slaves would be strong enough to do all their work. ഈജിപ്തുകാര് അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുത്തു, കാരണം അവർക്ക് ആരോഗ്യമുണ്ടെങ്കിലേ അവരുടെ പണി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് so at that time, even though the Israelites were slaves, they didn't have to they could still get their food without depending on God. At any time they wanted the food, the pots of meat, bread, everything was there for them to eat. അവർക്ക് ഇസ്രായേൽ മക്കൾ അടിമത്തത്തിലായിരുന്നെങ്കിലും ദൈവജനമേ ശ്രദ്ധിക്കണമേ, അവർക്ക് ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അവർക്ക് അപ്പത്തിന് അപ്പം, ഇറച്ചിക്ക് ഇറച്ചി എല്ലാം അവരുടെ യജമാനന്മാർ കൊടുത്തുകൊണ്ടിരുന്നു. But now God is teaching them a new lesson. He's brought them into a wilderness where there is no food around, nothing is there. And he's saying, now I'm going to teach you that you have to depend on my every word and instruction so that you even eat physical food. ഇവിടെ ദൈവം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അവിടെ നിന്നും ആ സാഹചര്യത്തിൽ നിന്നും പറിച്ചെടുത്ത് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത് മനുഷ്യൻ ശാരീരികമായിട്ടുള്ള അപ്പം കൊണ്ട് മാത്രമല്ല, ശാരീരികമായിട്ടുള്ള വിശപ്പ് മാറ്റുന്ന അപ്പം കൊണ്ട് മാത്രമല്ല, ആത്മീയ ഭക്ഷണം കൊണ്ട് ഇതിന്റെ പ്രാധാന്യം കൂടി അവരെ തിരിച്ചറിയിക്കേണ്ടതിനാണ് ദൈവം അവരെ കൊണ്ടുവന്നത് എന്ന് ദൈവം അവരോട് പറയുന്നു. This is a very crude comparison, but it's like those of us who have had dogs at home. How do you teach your dog to obey your voice? It's usually like at the time of feeding. Unless they obey you, you won't give them that food to eat. നമുക്കറിയാം, നായ്ക്കളെ പരിശീലിപ്പിക്കുന്നത് പോലെ അവർക്ക് നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് ആണ് നമ്മൾ കുറച്ച് സമയം ഡിലേ ചെയ്തിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡിപ്പെൻഡൻസി നായ്ക്കൾക്ക് കൂടും. അതുപോലെ ആണ് ഇവിടെ സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഇതിൽ പറയാം. So later, even without giving food, you tell them sit, they will sit. You shake hands, they'll shake hands. They've learned to obey your voice. നമ്മുടെ വാക്ക് അനുസരിക്കത്തക്ക രീതിയിൽ, അതായത് ഇരിക്കാൻ പറഞ്ഞ ഇരിക്കും, പട്ടിയോട് ഇരിക്കാൻ പറഞ്ഞ ഇരിക്കും, കൈ തരാൻ പറഞ്ഞാൽ കൈ തരും. അതിനൊരു ഇതായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കും. ആ രീതിയിൽ നായ്ക്കളെ പരിശീലിപ്പിക്കുന്നത് നാം കാണുന്നു. അതുപോലെ ഇവിടെയും ദൈവം അവരെ ചില അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നതായിട്ട് നാം കാണുന്നു. And so when you come to verse 16 to 21, we see the instructions that God is giving them. ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തിന്റെ 16 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളില് ദൈവം അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ കുറിച്ച് നാം ഇങ്ങനെ കാണുന്നു. ഓരോരുത്തരും ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവിൻ, താന്താന്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി. ഇടങ്ങഴി കൊണ്ട് അളർന്നപ്പോൾ ഏറെ പെറുക്കിയവൻ ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല. ഓരോരുത്തൻ താന്താന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിയിരുന്നു. Okay, so you read till 21, right? 20ാമത്തെ വാക്യം. എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റന്നാളേക്ക് കുറെ ശേഷിപ്പിച്ചു. അത് കൃമിച്ചു നാറി മോശ അവരോട് കോപിച്ചു. അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കും. വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും. Okay, so you see, people had to follow God's instruction right to the point, otherwise they don't get anything to eat. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ആ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അവർക്ക് അന്നത്തേക്ക് വേണ്ടുന്നതായിട്ടുള്ള ഭക്ഷണം അവർക്ക് ലഭിക്കില്ലായിരുന്നു. Some people they tried probably to gather so much more, they thought next day why go out again, and that got spoiled. ചില ആളുകള് എന്തിനാണ് നാളെയും ഈ പോയി പറക്കേണ്ട ആവശ്യമില്ല, അതിനു വേണ്ടിയിട്ട് നാളത്തേക്ക് കൊണ്ട് ചില ആളുകൾ ശേഖരിച്ച് അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അത് ദൈവപ്രവൃത്തിയാൽ അത് ക്രമിച്ചു നാറിയതായിട്ട് നമുക്ക് ഇവിടെ കാണും. Some people probably thought, okay, I want to sleep for some more time, I'll get up late and go and gather, but by then the sun had sort of taken it away. ചില ആളുകൾ വിചാരിച്ച എനിക്ക് കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങണം, അതുകൊണ്ട് എനിക്ക് രാവിലെ എണീറ്റ് പറക്കാനായിട്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച് ചിലർ അലസന്മാരായിരുന്ന ആളുകൾ പറക്കാനായിട്ട് ചെന്ന സമയത്ത്, സൂര്യൻ ഉദിച്ച സമയത്ത് അതെല്ലാം ഉരുകിപ്പോയതായിട്ട് നാം കാണുന്നു. So what people learned was to
be obedient to God's voice, to get up every day early to wait upon the Lord for him to provide. ആ ജനത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഇതായിരുന്നു. അതിരാവിലെ എണീറ്റ് ദൈവം നൽകുന്നത് പിറക്കിയെടുക്കാനായിട്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുക എന്നുള്ള ഒരു കാര്യം. And for that entire time in the wilderness, as long as they depended on God, God did not fail them even once. അവര് ആ ഇസ്രായേൽ മക്കളായ മരുഭൂമി യാത്രയിൽ ഉടനീളം അവർ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നിടത്തോളം കാലം ദൈവം ഒരിക്കലും അവരെ നിരാശപ്പെടുത്തിയില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. And till they reach the promised land, that only when they reach the promised land did this manna stop falling. മന്ന വീഴുന്നത് നിന്നത് അവര് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചതിന് ശേഷമാണ്. അതുവരെയും ദൈവം അവർക്ക് തന്റെ വാഗ്ദത്തം പോലെ അവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടേയിരുന്നു. And so coming back to that passage, Deuteronomy chapter 8. നമ്മുടെ ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ verse 8 it says, so we see how God taught them to depend on every word that proceeds from the mouth of the Lord. ദൈവം എങ്ങനെയാണ് അവരെ പരിശീലിപ്പിച്ചത് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. So God was teaching them to depend on every word, so because God knows that his word is good for them. ദൈവം അവരെ പഠിപ്പിച്ചതിന്റെ കാരണം തന്റെ ഓരോ വാക്കുകളും അവർക്ക് നന്മയ്ക്കായിട്ട് തീരും എന്നുള്ള ഒരു തിരിച്ചറിവ് ദൈവത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം അവരെ ആ വചനത്തിന്റെ പ്രാധാന്യം, വചനം കേൾക്കുന്നതിന്റെ പ്രാധാന്യം അവരെ പരിശീലിപ്പിക്കേണ്ടതിന് ഈ അനുഭവങ്ങളിലൂടെ ദൈവം അവരെ കടത്തിവിട്ടത്. It's only when they depend on that word that they will benefit from following God's word. നമുക്കറിയാം അവര് ദൈവവചനം കേൾക്കുകയും ദൈവവചനം അനുസരിക്കുകയും ദൈവത്തെ പിൻപറ്റുകയും ചെയ്യുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. And then in verse 7, Deuteronomy 8 verse 7, it says, the Lord your God is bringing you into a good land, a land of brooks, water, fountains. And we read all of the wheat, barley. Verse 9, it says, a land where you will eat food without scarcity. 7, 8, 9 വാക്യങ്ങൾ പ്രത്യേകിച്ച് വായിക്കുമ്പോൾ നല്ലൊരു ദേശത്തെ കുറിച്ച് അത് കാണുന്നു. അത് മാത്രമല്ല, നീരൊഴുക്കുള്ള ഒരു ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിയും മാതളക നാരകവും ഉള്ള ഒരു ദേശം, ഒലിവ് മരവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായിട്ടുള്ള ഒരു ദേശത്തിലേക്കാണ് ദൈവം ഈ അനുഭവങ്ങളിലൂടെ അവരെ കടത്തിവിട്ട് അവരെ പ്രവേശിപ്പിച്ചത്. And in verse 10 it says the instruction, when you have eaten and when you are satisfied, you shall bless the Lord your God. 10-ാമത്തെ വാക്യത്തില് നമുക്ക് തൃപ്തി വരുമ്പോൾ, നമുക്ക് സംതൃപ്തരാകുമ്പോൾ നാം ദൈവത്തെ മറക്കാതെ ദൈവത്തിന് സ്തോത്രം പറയുന്നവരായിരിക്കണം എന്ന് നാം ഇവിടെ കാണുന്നു. And there is always that warning, like verse 11, when you're physically satisfied, when your bellies are satisfied, beware that you do not forget the Lord your God. നമ്മളെല്ലാം ഇവിടെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്, നമുക്ക് എല്ലാ ആവശ്യങ്ങളും ദൈവം നിറവേറ്റി കഴിയുമ്പോൾ, നമുക്കൊന്നിനും കുറവില്ലാതെ ദൈവം നമ്മളെ നടത്തുമ്പോൾ ഒരിക്കലും നാം ദൈവത്തെ മറക്കരുത്, ദൈവത്തെ ഉപേക്ഷിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇവിടെ നാം 11-ാമത്തെ വാക്യത്തിൽ കാണുന്നു. Verse 14, that your heart will not become proud and you forget your God. 14-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ഹൃദയം നിഗളിച്ച് അഹങ്കരിച്ച് നമ്മളെ അഹങ്കരിക്കരുത് എന്ന് ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ കാണുന്നു. Verse 17, that you may say in your heart, my power and my strength and the strength of my hand made me the wealth. ഞാൻ എന്റെ എന്നുള്ള വാക്ക് നീ ഒരിക്കലും പറയരുത്. എന്റെ ശക്തി കൊണ്ട്, എന്റെ കൈ കൊണ്ട് ഈ സമ്പത്ത് ഉണ്ടാക്കിയെന്ന് ഒരിക്കലും ഹൃദയത്തിൽ പോലും പറയരുത് എന്നതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ദൈവം നൽകുന്ന നിർദ്ദേശമായിട്ട് നാം കാണും. That is the danger when we are fully satisfied, when we have everything we need, when our stomachs are satisfied, that we forget God. ഇതാണ് ഇതിൽ പറ്റുന്ന ഒരു അപകടം. നമ്മുടെ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ, നാം പൂർണ്ണമായിട്ട് തൃപ്തരായിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ദൈവത്തെ മറക്കാനായിട്ടുള്ള സാധ്യത ഒരുപക്ഷെ ഉണ്ടാകാം. And so that is why sometimes God takes us through these times of need, through wilderness phases, so that we can learn to live on his word alone. നമ്മളെ ചില മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിടാൻ അനുവദിക്കുന്നത് നമ്മളൊരു പാഠം പഠിപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. അതായത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനം കൊണ്ട് മാത്രമാണ് മനുഷ്യൻ ജീവിക്കുന്നത്, നിലനിൽക്കുന്നത് എന്നുള്ള പാഠം നമ്മെ പഠിപ്പിക്കേണ്ടതിന് ദൈവം ചില അനുഭവങ്ങളിലൂടെ നമ്മെ കടത്തിവിട്ടു എന്ന് വരാം. I'd like to close with reading a few verses from the Gospel of John, according to John. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ വായിച്ച് ഞാൻ ഈ ചിന്ത ഇവിടെ ഉപസംഹരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. John chapter 6. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം
First, we'll read verse 26 and 26 to 29. 26 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങൾ നാം വായിക്കാം. 6-ാമത്തെ അധ്യായം യോഹന്നാന്റെ സുവിശേഷം. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്ര എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 28-29 also. 28ാമത്തെ വാക്യം. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. So you see here, these Jews, they had, Jesus had just fed the 5,000, and again they're all coming searching for Jesus, and Jesus knows they're coming because their stomachs were filled. യേശു കർത്താവ് ഇവിടെ മനസ്സിലായി, അവര് വീണ്ടും യേശു കർത്താവിന്റെ അടുക്കിലേക്ക് വന്നത് അവരുടെ വയറ് നിറഞ്ഞത് കൊണ്ടാണ് എന്ന് യേശു കർത്താവിന് മനസ്സിലായതുകൊണ്ടാണ് യേശു കർത്താവ് ഈ കാര്യങ്ങൾ പറയുന്നത്. And in verse 27, Jesus is telling, do not work for food which perishes. 27ാമത്തെ വാക്യത്തിൽ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, മറിച്ച് എന്നേക്ക് നിലനിൽക്കുന്നതായിട്ടുള്ള ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് യേശു അവരെ ഉദ്ബോധിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. In the previous passage we read that these people worked really hard to come to Jesus. First they got on boats, went to the other side of the lake. It's a huge lake, very big lake. They rowed and went there. Jesus was not there. Then they came back. So they put in a lot of effort just hoping to get some physical bread. ഇതിന്റെ മുൻപോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ അവർ ഒരുപാട് പരിശ്രമിച്ചിട്ടാണ്, ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടാണ് യേശു കർത്താവിനെ കണ്ടുപിടിക്കുകയും യേശു കർത്താവിന്റെ അടുക്കൽ എത്തുകയും ചെയ്തത്. And here Jesus is telling you crave for that food which will endure for eternal life. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ അദമ്യമായിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, നിത്യജീവനിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു ആത്മീക ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള ഒരു വാഞ്ച, ഒരു അഭിനിവേശം നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും കൊണ്ടു നടക്കണം എന്നുള്ള കാര്യം. And then they ask what work we should do, and Jesus says, this is the work, that you believe in him whom he has sent. ഈ ഒരു അപ്പം ലഭിക്കുവാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പുരുഷാരൻ തിരിച്ചു ചോദിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവനെ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാകും. Just that is the food to the work we do is to believe in Jesus and every word that he says. അവൻ അയച്ചവനിൽ, പിതാവായ ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള പ്രവൃത്തി എന്ന് യേശു കർത്താവ് പറയുന്നു. Verse 35, Jesus said to them, I am the bread of life. He who comes to me will not hunger, and he who believes in me will never thirst. 35ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. And verse 63. 63ാമത്തെ വാക്യത്തിൽ, Spirit who gives life. Yeah, you can read Malayalam. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. Yeah, the words I have spoken to you are spirit and life. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവാണ്, ജീവനാണ്. Do we crave for that word of God, which is spirit and life for us? നമ്മള് ഈ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമായി തീരുന്ന, ആത്മാവിന്റെ ബലമായി തീരുന്ന ഈ ഒരു ആത്മീക ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വാഞ്ച, ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരാറുണ്ടോ? In John 4:34, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 43ാമത്തെ വാക്യത്തില്, John 4:34, 34ാമത്തെ വാക്യത്തില് യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. Yeah, Jesus, when he was on this earth, he led by example. He says, my food is to do the will of the one who sent me. യേശു കർത്താവ് പറയുക മാത്രമല്ല, യേശു കർത്താവ് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. യേശു കർത്താവ് പറയുകയാണ്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെയാണ് എന്റെ ആഹാരം. And similarly, this should be our desire, that to crave for that food which Jesus gives us, the bread of life gives us, to hold on to that, to above everything else, to hunger and thirst for this real and eternal food. ഇത് തന്നെയാണ് നമുക്കും കരണീയമായിട്ടുള്ളത്. ദൈവമക്കളെ, നമുക്കും എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് യേശു കർത്താവ് നൽകുന്ന ആത്മീക ഭക്ഷണം, നിത്യജീവനിലേക്ക്
ഉതകുന്ന ആത്മീയ ഭക്ഷണം അത് കഴിക്കാനും അതിൽ നിലനിൽക്കാനായിട്ടും അതിൽ ആനന്ദം കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. You know, like Jesus said in Matthew, sometimes like the pagans, you know, we can get so caught up, what shall we eat, what shall we wear, what shall we do, and we forget to seek the kingdom of God. ദൈവത്തെ അറിയാത്ത ജാതികളായിട്ടുള്ള ആളുകൾ അവർ എന്ത് തിന്നും, എന്ത് കൊടുക്കും, എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുമ്പോൾ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ രാജ്യവും നീതിയും പ്രഥമമായി തന്നെ അന്വേഷിക്കുക എന്നുള്ളതാണ്. And so God sometimes takes us through situations so that, you know, we can get back our right focus and be focused on Him, on His word and what is eternal. നമുക്ക് ഒരു പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളിലൂടെ നമ്മെ കടത്തി വിട്ടിട്ട് നമ്മുടെ ഫോക്കസ് ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ദൈവത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ നോട്ടം തിരിക്കേണ്ടതിനായിട്ട് ചില അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തി വിട്ടു എന്ന് വരാം. So yeah, so let's, you know, continue to pray and continue to be in the Spirit so that, you know, that hunger and thirst for God, for His word and to do His will would increase in us. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ വചനത്തിനായിട്ടുള്ള ഒരു ആഗ്രഹവും അത് ഭക്ഷിക്കാനായിട്ടുള്ള ഒരു താല്പര്യവും നമ്മുടെ ജീവിതത്തിൽ അനുദിനം വർദ്ധിച്ചു വരേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. Yeah, praise the name.